1995 ഇന്റർനെറ്റ് വളരാൻ തുടങ്ങി. പല ബിസിനസ്സുകളും ഇന്റർനെറ്റിലൂടെ വളർന്നു പന്തലിക്കാൻ തുടങ്ങിയപ്പോൾ ജെഫ് ബെസോസ് എന്ന ചെറുപ്പക്കാരൻ ഒരു പുസ്തകത്തിന്റെ സ്റ്റോർ തുടങ്ങാൻ വേണ്ടി അദ്ദേഹം ചിന്തിച്ചു. തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. തന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, മറ്റുള്ള സാധനങ്ങൾ വിൽക്കുന്ന പോലെയല്ല, ഓൺലൈനിൽ പുസ്തകം ആര് വാങ്ങാനാണ് എന്ന് അയാളോട് ചോദിച്ചു. പക്ഷെ അദ്ദേഹം അത് വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. മറ്റുള്ളവർ അതിനെ ഒരു പ്രശ്നമായി കണ്ടപ്പോൾ ഇദ്ദേഹം അതൊരു ഓപ്പർച്യൂണിറ്റി ആയി എടുക്കുകയും അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയി കാണുകയും ചെയ്തു. ആ ഒരു ചെറിയ ആശയം പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ആമസോണായി വളരുകയാണ് ഉണ്ടായത്. ഇന്റർനെറ്റിൽ പല പല ബിസിനസ്സുകൾ അന്ന് തഴച്ചു വളർന്നുകൊണ്ടിരുന്നു. പക്ഷെ പലരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു. പ്രശ്നങ്ങൾ എല്ലാവർക്കും കാണാം, അവസരങ്ങൾ കാണുന്നവരാണ് നേതാക്കന്മാർ. ഇഫ് യു സീ ദ ഓപ്പർച്യൂണിറ്റി യു വിൽ നോട്ട് സീ ദ പ്രോബ്ലം. ഇഫ് യു സീ ദ പ്രോബ്ലം യു വിൽ നോട്ട് സീ ദ ഓപ്പർച്യൂണിറ്റി. ഇന്ന് നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കാം നാളെ ഒരു മനുഷ്യനെ ബില്യണറാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എവറി സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആർ ബിഗ് പ്രോബ്ലം സോൾവേഴ്സ്.